ഹലോ ഗൈസ്, ഞാൻ ഹബീബ്. ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐഡന്റിറ്റി സക്സസ് ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാം. അതിന് ശേഷം ബാക്കി സംസാരിക്കും. ആ മനുഷ്യൻ ഒരിക്കലും ഇവനൊരു മകനെ പോലെ അല്ല കണ്ടത്. അടിച്ചു തെളിച്ച് ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു കാഡറ്റ്. ഇല്ലാത്തൊരു പെർഫെക്ഷന് വേണ്ടി ജീവിതത്തിൻ്റെ ആദ്യ 7 വർഷങ്ങൾ അച്ഛനെ പ്ലീസ് ചെയ്യാനായി ഡ്രൈവ് ചെയ്ത് അവൻ്റെ കുഞ്ഞു മനസ്സൊരു ഒബ്സഷൻ കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യായിരുന്നു. കേരള തമിഴ്നാട് ബോർഡറിലെ മുതലയാറിൽ നിന്നും നമുക്കൊരു കത്തിക്കരിഞ്ഞ ബോഡി കിട്ടുന്നു. ഈ വിറ്റ്നസ് എന്നൊക്കെ പറയുമ്പം സംഭവത്തിന്റെ ഏറ്റവും മൂലം മാത്രം കണ്ടുള്ള ടീമാണ്. നോ സർ, ഷി ഹാസ് എ ഫോട്ടോഗ്രാഫിക് മെമ്മറി. അവൾക്കെല്ലാം നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. സർ, ഇതൊരു ബ്ലൈൻഡ് പ്രോസസ് അല്ല. സാർ ഈ പറഞ്ഞ പോലെ കേസിന്റെ സ്പെസിഫിക്സും സമയവും ഒന്നും അറിയാതെ ആഴ്ചകൾക്ക് മുമ്പ് കണ്ടൊരു ഫേസ് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സ്ക്വയർ ഷേപ്ഡ് മുഖത്തിന് താഴേക്ക് ഒരു 5th കോർണർ പോലെ നീണ്ടു നിൽക്കുന്ന ചിഹ്നമായിരുന്നു അയാൾക്ക്, ലൈക്ക് എ പെന്റഗൺ. നല്ല അടിപൊളി ടീസർ. പടം അത്യാവശ്യം നല്ല റിവ്യൂ തന്നെ വന്നത്, മോശമില്ലാത്ത റിവ്യൂ, മിക്സഡ് റിവ്യൂ ആണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി റെസ്പോൺസ് ഒന്നും അല്ല കിട്ടിയത്. നല്ല ഒരു ഡീസന്റ് ത്രില്ലർ. പിന്നെ ക്ലൈമാക്സ് ഒരു 40 മിനിറ്റ് ഒക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. പ്ലെയിനിലുള്ള സീക്വൻസ് ഇപ്പോൾ ടീസറിൽ കാണിച്ച പോലെ അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പടത്തിന്. പിന്നെ അത് അല്ലാണ്ട് നോക്കി നോർമൽ ത്രില്ലർ. പിന്നെ മെയിനായിട്ട് നല്ല ക്യാമറ വർക്ക്സ്, BGM അതൊക്കെ അടിപൊളിയാണെന്ന് കേട്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നോർമൽ ഒരു കേസ് അന്വേഷണം ത്രില്ലർ അങ്ങനെ ഒരു വിഭാഗത്തിലാണ്. ഫസ്റ്റ് ഹാഫ് ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഒരു ത്രില്ലിംഗ് ടൈപ്പ് എന്നൊക്കെ ആയിട്ട്. പിന്നെ ലാസ്റ്റ് 40 മിനിറ്റ് കൊള്ളാന്ന് പറഞ്ഞു. ഇടയിലുള്ള ഭാഗമാണ് കുറച്ച്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് താഴേക്ക് പോകുന്ന പറഞ്ഞ. എന്തായാലും മൊത്തത്തിലൊരു നല്ലൊരു ഇതാണ് അല്ലേ. അത്യാവശ്യം നല്ല നീറ്റ് ത്രില്ലർ തന്നെയാണ് പടം. ഇനിയിപ്പോൾ എന്തായാലും എത്രത്തോളം കളക്ഷൻ വരും ഒന്നും അറിയില്ല. ബഡ്ജറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം പടത്തിന്. എന്തായാലും ബാക്കി അല്ല, കളക്ഷൻ ഓടുന്നുണ്ട് പടം. മോശമൊന്നുമല്ല. പിന്നെ മാർക്കോ ഇപ്പോഴും കത്തി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡിൽ കൂടെ റൈഫിൾ ക്ലബ്ബും ഇപ്പോഴും ഓടുന്നുണ്ട്. ഈ വർഷം ഇറങ്ങിയ ആദ്യത്തെ മലയാള പടം ഫസ്റ്റ് സിനിമ. പിന്നെ ഇന്നിപ്പോൾ 5 അല്ലേ, ഇനിയിപ്പോൾ 8-ാം തീയതി ആകുമ്പോൾ അടുത്ത ത്രില്ലർ വരുന്നുണ്ട്, ആസിഫ് അലീൻ്റെ രേഖാചിത്രം ഉണ്ട്. അതോടും വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കളക്ഷനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നോക്കാം. എന്തായാലും നല്ലൊരു പടങ്ങൾ 2024 പോലെ തന്നെ 2025 നല്ല നല്ല പടങ്ങൾ, നല്ല കളക്ഷൻ വരുന്ന പടങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്നാലും കാത്തിരുന്ന് കാണാം. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.